ഇന്നത്തെ ചർച്ചാ വിഷയം ക്ലിനിക്കൽ ട്രയൽ, ക്യാൻസറിൽ അല്ലെങ്കിൽ ഓൺകോളജിയിൽ ക്ലിനിക്കൽ ട്രയലിനെ കുറിച്ചാണ്. നിങ്ങളെല്ലാവരും ഈ പേര് കേട്ടിരിക്കും. ഈ പേര് ഭയങ്കര പേടിപ്പെടുത്തുന്ന പരീക്ഷണ അടിസ്ഥാനത്തിലുള്ള ചികിത്സ. അപ്പോൾ ഈ പേര് കേട്ടതിന് ശേഷം തന്നെ ഒരുപാട് രോഗികൾ ഓടിപ്പോവും, പറയും ഇതിൻ്റെ മുകളിലൊരു പരീക്ഷണം നടത്തുകയാണ്. അപ്പോൾ എന്താണ് ക്ലിനിക്കൽ ട്രയൽ? ഒരു ക്ലിനിക്കൽ ട്രയലുമായിട്ട് സഹകരിക്കുന്നതിൽ തെറ്റുണ്ടോ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഒരു പനി ഉണ്ടെങ്കിൽ ഒരു പാരസെറ്റമോൾ ഗുളിക കഴിച്ചാൽ പനി കുറയും എന്നുള്ളത് പോലും കണ്ടുപിടിച്ചിരിക്കുന്നത് ഈ ക്ലിനിക്കൽ ട്രയലിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഓൺകോളജി എന്ന ഫീൽഡിൽ പ്രത്യേകിച്ച് ഏത് മരുന്ന് കണ്ടുപിടിക്കുന്നതും മറ്റേ മരുന്നുമായിട്ട് താരതമ്യം ചെയ്ത് അതിനേക്കാൾ മെച്ചമുള്ളതാണെന്ന് പറഞ്ഞാൽ മാത്രമേ അത് അപ്രൂവ് ആവുന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ട്രയലിൻ്റെ പേരാണ് ക്ലിനിക്കൽ ട്രയൽ. അപ്പോൾ അങ്ങനെ ക്ലിനിക്കൽ ട്രയലിലൂടെ പോകാതെ ഒരു ഗവേഷണവും അല്ലെങ്കിൽ ഒരു വികസനവും മെഡിസിൻ അഥവാ ആരോഗ്യത്തിൻ്റെ ഫീൽഡിൽ ഉണ്ടാവാറില്ല. ആ ക്ലിനിക്കൽ ട്രയൽ 4 ഫേസിലാണ് നടക്കുന്നത്. ഫേസ് 1, ഫേസ് 2, ഫേസ് 3, പിന്നെ ഫേസ് 4 എന്ന് പറഞ്ഞ കുറച്ച് ഇതുണ്ട്. അപ്പോൾ അതിൽ ഈ ഇതിന് മുമ്പത്തെ ഒരു ഫേസ് ഉണ്ട്, അതിൻ്റെ പേര് ഫേസ് 0 എന്ന് പറയും. ഫേസ് 0 മൃഗങ്ങളിൽ ചെയ്ത് സേഫ് ആണെന്ന് കണ്ട് ഫേസ് 1-ൽ വളരെ കുറച്ച് ആളുകളിൽ മാത്രം പാർശ്വഫലങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും, പിന്നെ ഫേസ് 2 കുറച്ചും കൂടി ആളുകളിൽ ചെയ്ത് ഫേസ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരിലിത്, ഈ അതേ അസുഖമുള്ള ഒരുപാട് പേരിലിത് പരീക്ഷിച്ച് ഇത്രയും കടമ്പകൾ കടന്നതിന് ശേഷമേ ഒരു മരുന്ന് ക്യാൻസറിലെന്നാവണ്ട ഏതൊരു അസുഖത്തിലും അപ്രൂവ് ആവുകയുള്ളൂ. അപ്പോൾ ഇതിനെയാണ് ക്ലിനിക്കൽ ട്രയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ലിനിക്കൽ ട്രയൽ ഏറ്റവും കൂടുതൽ നടക്കുന്നൊരു മേഖല ഓൺകോളജിയാണ്, അഥവാ ക്യാൻസർ ഗവേഷണമാണ്. ഓരോ ദിവസവും പുതിയ ട്രയലുകൾ എൻറോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കൊല്ലത്തെ US FDA വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ 1800 ഗുളികകളുടെ ട്രയലുകൾ നടന്നിരുന്നു എന്നാണ്. അതിൽ അവസാനം അപ്രൂവ് ആവുന്നത് 17-18 എണ്ണേ ഉള്ളൂ. കുറേ എണ്ണം ഫലമില്ലാന്ന് കാണും. പക്ഷേ ക്ലിനിക്കൽ ട്രയൽ എന്ന കടമ്പയിൽ കിടക്കുന്നതിൽ അല്ലെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റിൽ പോകുന്നതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലഘുവായ ഉത്തരം തെറ്റില്ല എന്നാണ്. സാധാരണയുള്ള മികച്ച ട്രീറ്റ്മെൻറ്റുകളൊക്കെ കിട്ടിയതിന് ശേഷം അടുത്തൊരു ചികിത്സ ഇല്ല എന്നുള്ള സമയത്താണ് ക്ലിനിക്കൽ ട്രയലിലേക്ക് പൊതുവെ നമ്മൾ ഉൾപ്പെടുത്താറുള്ളത്. ആ ക്ലിനിക്കൽ ട്രയലിൽ മെച്ചം കണ്ടാലാണ് അത് ബാക്കിയുള്ള ഫേസ് ട്രയൽസിന് വേണ്ടിയിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഫേസ് 1, ഫേസ് 2 അല്ലെങ്കിൽ കൂടുതൽ ഈ ഏർലി പ്രീ ക്ലിനിക്കൽ ട്രയൽസ് അതൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി സേഫാണ്. നമുക്കുള്ളത് ഫേസ് 3 അല്ലെങ്കിൽ ഫേസ് 4 ട്രയൽസാണ്. അപ്പോൾ അത് ഓൾറെഡി തെളിയിച്ച മരുന്നുകളാണ്, പാർശ്വഫലങ്ങളൊക്കെ വെച്ച് നോക്കി തെളിയിച്ച മരുന്നുകളാണ്. അപ്പോൾ ഈ ക്ലിനിക്കൽ ട്രയലിലൊക്കെ എൻറോൾ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഏറ്റവും മികച്ച ചികിത്സ ഇന്ന് അമേരിക്കയിൽ എന്ത് കിട്ടുന്നോ അതേമാതിരത്തെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഇവിടെ ലഭിക്കുകയാണ്. ആ ക്ലിനിക്കൽ ട്രയലിൽ കുറച്ച് മാൻഡേറ്ററി ഇൻക്ലൂഷൻ ക്രൈറ്റീരിയ, എക്സ്ക്ലൂഷൻ ക്രൈറ്റീരിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്ര ആളുകളെ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ, ഇതൊക്കെ ക്രൈറ്റീരിയ ആവണമെന്നൊക്കെ ഉണ്ടാവും. പക്ഷേ ക്ലിനിക്കൽ ട്രയലിൽ ചേർന്ന് ഒരു ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോകാൻ നിങ്ങളുടെ ഒരു ഓൺകോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരു വലിയ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലെ ഇങ്ങനത്തെ ട്രയൽസ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവരങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് വായിച്ച് നോക്കണം, അതിലൂടെ കടന്നു പോകണം. എന്നിട്ട് ഒരാളുടെ അടുത്ത് വേണമെങ്കിൽ ഒപ്പീനിയൻ എടുക്കാം, സെക്കൻഡ് ഒപ്പീനിയൻ വേറെ ഡോക്ടറുടെ അടുത്ത് എടുത്ത് നോക്കാം. അതിനുശേഷം പറ്റുമെങ്കിൽ അതിൽ ചേരുന്നതിലൊരു തെറ്റില്ല. കാരണം ഒരു പരീക്ഷണാർത്ഥം പുതിയ മരുന്നുകൾ ടെസ്റ്റ് ചെയ്യുന്നതും ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നില്ല. മിക്കതും തെളിയിച്ച മരുന്നുകളാണ്. ഫേസ് 3, ഫേസ് 4 ട്രയൽസാണ് ഇന്ത്യയിൽ നടക്കുന്നത്. താങ്ക് യു.